പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യ മണിക്കൂറിന് ശേഷം പോളിംഗ് ഇപ്പോൾ മന്ദഗതിയിലാണ് ഉള്ളത്. ഇതുവരെ 23.79% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ തിരക്കുണ്ടായിരുന്ന പല ബൂത്തുകളിലും ഇത്തവണ തിരക്ക് കുറവാണ്. NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ, CPIM നേതാവ് NN കൃഷ്ണദാസ്, ഷാഫി പറമ്പിൽ MP എന്നിവർ വിവിധ പോളിംഗ് ബൂത്തുകളെത്തി വോട്ട് രേഖപ്പെടുത്തി. നമുക്കറിയാം, ഈ വയനാടും ചേലക്കരയിലും പോളിംഗ് ശതമാനം കുറവായിരുന്നു. അപ്പോൾ പാലക്കാട് പോളിംഗ് ശതമാനം എങ്ങനെയാകും എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്ന ഒരു കാര്യം. അവിടെ വലിയ ആവേശം വിതറിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു. ആ ആവേശം ഉച്ചസ്ഥായിയിലെത്തുന്നത് നമ്മൾ കൊട്ടിക്കലാശ ദിവസവും കണ്ടതാണ്. ഈ 3 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളും സംഭവങ്ങളും ട്വിസ്റ്റുകളും സസ്പെൻസുകളും എല്ലാം ഉണ്ടായത്, സർപ്രൈസുകളും എല്ലാം ഉണ്ടായത് പാലക്കാട് മണ്ഡലത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പോളിംഗ് ശതമാനം കൂടും എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടായിരുന്നത്. ഏതായാലും വയനാടിനും ചേലക്കരയ്ക്കും സമാനമായി പാലക്കാടും മന്ദഗതിയിൽ പോളിംഗ് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന വിവരം. ഇപ്പോൾ ഒന്നും കണക്കുകൾ അന്തിമമല്ല. വൈകുന്നേരം മാത്രമേ കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയൂ. നമ്മുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്നും ചേരുന്നുണ്ട്. പറക്കുന്നം സ്കൂളിൽ നിന്ന് പ്രസാദ്, ഉടുമ്പശ്ശേരി, ആൽവിൻ തോമസ് എന്നിവരെല്ലാം ചേരുന്നുണ്ട്. ആൽവിൻ ചേരുകയാണ്. ആൽവിൻ, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഏത് ബൂത്തിലാണ് ഉള്ളത്? ഈ മണിക്കൂറുകളിലേക്കൊക്കെ എത്തുമ്പോൾ എന്താണ് പോളിംഗിന്റെ അവസ്ഥ? ലക്ഷ്മി, നമ്മളിപ്പോൾ ഉള്ളത് പിരായിരി പഞ്ചായത്തിലെ 122 നമ്പർ പോളിംഗ് ബൂത്തിലാണ് ഉള്ളത്. ഈ ബൂത്തിൽ രാവിലെ സാങ്കേതിക തകരാർ അല്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ഒരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നീട് അതിപ്പോൾ പരിഹരിക്കപ്പെട്ടോ സാങ്കേതിക പ്രശ്നങ്ങൾ? അല്ല, ഇപ്പോൾ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതായിട്ട് അറിഞ്ഞു. പക്ഷേ അഡീഷണൽ പോളിംഗ് ഓഫീസർ വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണിക്കൂർ കണക്കിന് നിന്ന ആളുകൾ പലരും മടങ്ങിപ്പോകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. 2 കംപ്ലയിൻറ്റ് ബാക്ക് ടു ബാക്ക് വന്നു എന്നുള്ളതാണ് പ്രയാസം. ഒരു തവണ 150 വോട്ട് ചെയ്ത് പിന്നൊരെണ്ണം അത് നിർത്തി ഓഫായി, പിന്നൊരെണ്ണം വെച്ചു, അതും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി എന്നുള്ളതാണ് പ്രയാസം. അപ്പോൾ അത് പരിഹരിക്കാനും അഡീഷണൽ ഞാൻ ഒബ്സർവറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അഡീഷണൽ ഒരു പോളിംഗ് ഓഫീസറും കൂടെ വെച്ച് സ്പീഡ് ചെയ്യാൻ നോക്കാം. കുറച്ച് ആൾക്കാർ വന്ന് മടങ്ങി പോയി എന്നുള്ളതാണ് പ്രയാസം. അപ്പോൾ അത് ആ പ്രദേശങ്ങളിൽ വീടുകളിൽ പോയി വീണ്ടും ഇത് ശരിയായി എന്നുള്ളത് അറിയിക്കാൻ ഇവിടുത്തെ ആൾക്കാർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഒബ്സർവറുമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ട് 122 നമ്പർ പോളിംഗ് ബൂത്തിലാണ് 2 തവണ ഈ തകരാർ സാങ്കേതിക പിഴ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഡീഷണൽ പോളിംഗ് ഓഫീസറെ വെച്ചുകൊണ്ട് കൂടുതൽ വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ നീണ്ട ക്യൂ ഉണ്ട്. സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. ഇവിടുന്ന് പലരും വോട്ട് ചെയ്യാതെ ആദ്യഘട്ടത്തിൽ മടങ്ങിപ്പോയവരുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ MP പറഞ്ഞത്. അവരെയൊക്കെയും തിരിച്ച് ബൂത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയും. അമ്മ വന്നിട്ട് ഒത്തിരി നേരമായോ? വലിയ സുഖല്ല. അങ്ങനെയാണ്, പ്രായമായ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. ഒത്തിരി നേരമായോ വന്നിട്ട്? ഒത്തിരി നേരമായോ വന്നിട്ട്? ഏതായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് ഉടനെ ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് ഈ പോളിംഗ് ബൂത്തിൽ ക്യൂ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. 3 ബൂത്തുകളാണ് ഉള്ളത്. 122, 123, പിന്നീട് 120 എന്നീ 3 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എല്ലാം നീണ്ട ക്യൂ ഉണ്ട്. പലയിടങ്ങളിലും വോട്ടർമാർ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒത്തിരി നേരമായി നിൽക്കാൻ കുറേ നേരം ഭയങ്കര സ്ലോ ആണ്. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. അത് പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ നല്ല സ്പീഡാകട്ടെ. തെരഞ്ഞെടുപ്പ് ആവശ്യമുണ്ട്. നല്ല ആവശ്യം തന്നെ. കുഴപ്പമില്ല. വോട്ടർമാരെല്ലാവരും ഈ വെയിൽ ആകുന്നതിന് മുമ്പ് വന്ന് വോട്ട് ചെയ്യാൻ വിചാരിച്ചതാണ്. അപ്പോഴേക്കും വെയിലായി, അപ്പോഴേക്കും വിഷയം തകരാറെന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുത്തി വെച്ചതല്ലേ, ആവശ്യമില്ലാത്തൊരു തെരഞ്ഞെടുപ്പായിരുന്നില്ലേ. നല്ലൊരു MLA ആയിരുന്നു ഇവിടെ. അയാൾ കൈപ്പൊടി നിന്നിട്ട് അയാളുടെ പാട്ട് പോയി. ആവേശം നല്ലതാണ്. പക്ഷെ ഇപ്പോൾ കംപ്ലൈൻറ്റ് പറയുമ്പോൾ നമ്മളിപ്പോൾ പണിയും എല്ലാം ചെയ്ത് വന്നാണ്. അപ്പോൾ കുറേ പേര്, എൻ്റെ അമ്മയാണെങ്കിലും 6 മണിക്ക് മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതാണ് പല രാവിലെ വന്ന ആളുകൾക്ക് പോലും വോട്ട് ചെയ്ത് മടങ്ങാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അഡീഷണൽ ഒരു പോളിംഗ് ഓഫീസറെ കൂടി ഈ 122 നമ്പർ ബൂത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. പിരായിരി പഞ്ചായത്തിലാണ് ഈ ബൂത്ത്. ഈ പറഞ്ഞതുപോലെ തന്നെ പിരായിരി പഞ്ചായത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലൊക്കെ നമ്മളിപ്പോൾ പോയപ്പോൾ വലിയ തോതിൽ ആളുകൾ, വോട്ടർമാർ ഈ ക്യൂവിലുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. പോളിംഗിൽ ഒരു ആവേശം അവർ കാണിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. പക്ഷേ അത് കണക്കിൻ്റെ മുഴുവനായുള്ള കണക്കിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് 20% മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഉച്ചയോടുകൂടി
നമുക്ക് പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ സംബന്ധിച്ചുള്ള വ്യക്തത ഏതാണ്ട് വരും. അത് സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് അതിനുശേഷം നമുക്കൊരു ഏതെങ്കിലും തരത്തിലൊരു ഒരു 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 കാഴ്ചപ്പാടിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ വരാന്തയിൽ, ഈ 122 നമ്പർ ബൂത്തിൻ്റെ വരാന്തയിൽ നിരവധി ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള വോട്ടർമാരും അതോടൊപ്പം തന്നെ പ്രായമേറിയവരും ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഇരിക്കുന്നതിന് വേണ്ട സൗകര്യമൊക്കെ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും ആളുകൾ അധികമുണ്ട് എന്നതുകൊണ്ട് തന്നെ നേരത്തെ മുതൽ തന്നെ വന്ന് നിന്നവർ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം വന്ന ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആൾക്കാർ നിയോഗിക്കുക, പോളിംഗ് ഓഫീസർമാരടക്കമുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാരടക്കമുള്ള ആളുകൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു. ഏതായാലും പാലക്കാടൻ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നു. വലിയ ആവേശമുണ്ട് വോട്ടർമാരിൽ. പല കാര്യങ്ങളും വോട്ടർമാർ കാണുകയും അറിയുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായും ഒക്കെ തന്നെ അവർ വോട്ട് ചെയ്യപ്പെടുന്നവരുണ്ട്. ചില ചോദ്യങ്ങൾ ചിലർ ഉന്നയിക്കുന്നത് നമ്മൾ കേട്ടു. എന്തിനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പെന്നത് പോലും ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചിലർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശമെല്ലാം ഉൾക്കൊണ്ട് വോട്ട് ചെയ്യാനെത്തി എത്തിയവരുണ്ടായിരുന്നു. രാവിലെയൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അങ്ങനെയാണ് കണ്ടത്. നമ്മൾ രാവിലെ കണ്ടതുപോലെ ഏതാണ്ട് 6:30 മണി മുതൽ തന്നെ പല ബൂത്തുകളിലും സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. ഏതാണ്ട് 1,94,000-ലധികം വോട്ട് ഉള്ള മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. അതിൽ തന്നെ 1,09,000-ലധികം വോട്ടർമാർ സ്ത്രീകളാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാരുടെ ഒരു വലിയ നിര അല്ലെങ്കിൽ ക്യൂ നമുക്ക് ഈ വരുന്ന കണ്ട ബൂത്തുകളിലൊക്കെയും അത് ദൃശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഏതായാലും ഇവരൊക്കെയും വളരെ ഊർജ്ജസ്വലമായി ഈ തെരഞ്ഞെടുപ്പിനോട് ഇടപെടുന്നു. ഇവിടെ വോട്ടർമാരായി എത്തിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ബൂത്തിലെ തകരാറുകൾ ആളുകളെ പ്രശ്നത്തിൽ ആക്കുന്നുണ്ട്. പലരും അവിടെ നിന്ന് പല ചോദ്യങ്ങളും മാധ്യമങ്ങളോട് ചോദിക്കുന്നും ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഒരു വോട്ടർ ചോദിക്കുന്നത് കേട്ടു അല്പസമയം മുമ്പ്. ഇപ്പോൾ സരീഷ് PK ചേരുകയാണ്. സരീഷ്, എവിടെയാണിപ്പോൾ നിൽക്കുന്നത്? ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറയുമായിരുന്നു, സരീഷിൻ്റെ പേര് വിളിക്കുമ്പോൾ സരിൻ്റെ പേര് പറഞ്ഞ് സരിന്നറിയാതെ വിളിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസവും അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ക്ഷമ പറയും കൂടിയാണ്. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് 73-ാം നമ്പർ ബൂത്തിലാണ്. ഇത് സുൽത്താൻ ബത്തേരി ഗവൺമെൻറ് LP സ്കൂളിലാണ്. പക്ഷേ ഇവിടെ ഏറ്റവും നിരാശാജനകമായ കാര്യം ഇവിടെ ആളുകളുടെ നിരയോ അല്ലെങ്കിൽ നീണ്ട നിരയോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ആളുകൾ വരുന്നു, പോൾ ചെയ്ത് തിരിച്ചു പോകുന്നു. കാരണം ഇതൊരു നഗരപ്രദേശമാണ്. പാലക്കാട് നഗരഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ബൂത്താണ് ഇത്. അതുകൊണ്ട് തന്നെ രാവിലെയുള്ള തിരക്ക് പിന്നീട് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ ആരും കഴിഞ്ഞ കുറച്ച് ദിവസം നേരമായി ആരും ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടില്ല. പോളിംഗ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും അല്ലാതെ മറ്റാരും ഈ പോളിംഗ് ബൂത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പാലക്കാടിൻ്റെ ചൂട് ഒരു വലിയ ഘടകമാണ്. അതോടൊപ്പം തന്നെ ഈ നഗര ഹൃദയ ഭാഗത്താണ്, അതായത് പ്രസ് ക്ലബ്ബ്, BJP ഓഫീസ് ഉൾപ്പെടെയുള്ളവ നിൽക്കുന്ന അതിനോട് ചേർന്നിട്ടുള്ള പോളിംഗ് ബൂത്താണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നഗരത്തിൽ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവരാണ് കൂടുതലായി ഈ വോട്ട് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് എത്തേണ്ടത്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം മാത്രം, രാവിലെ വോട്ട് ചെയ്തവരുണ്ട്, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത. ഈ ബൂത്ത് ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമാവുന്നത് ഈ ഇരട്ട വോട്ട് ആരോപണവുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ഉണ്ടാകുന്ന വിഷയത്തിനിടയിൽ ഈ ജില്ലാ പ്രസിഡന്റ്, അതായത് BJP ജില്ലാ അധ്യക്ഷന് വലിയ അല്ലെങ്കിൽ ഇരട്ട വോട്ടുണ്ട് എന്നൊരു ആരോപണമുണ്ട്. അദ്ദേഹം വോട്ട് ചെയ്യേണ്ട BJP ഓഫീസിനോട് ചേർന്നുള്ള മേഖല കൂടിയാണ്, പോളിംഗ് ബൂത്ത് കൂടിയാണിത്. ആ പോളിംഗ് ബൂത്തിൽ അദ്ദേഹം എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം ഇരട്ട വോട്ടിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകും. ആ ഇരട്ട വോട്ട് ചെയ്യാനായി എത്തിയാൽ അത്തരത്തിലുള്ള ആളുകളെ തടയും എന്നൊക്കെയുള്ള രീതിയിൽ നേരത്തെ തന്നെ LDF പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ KM ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആളൊഴിഞ്ഞ ബൂത്തിൽ ഇപ്പോഴും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കാത്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഈ വോട്ട് ചെയ്യുന്ന കാര്യം ആലോചിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഏത് നിമിഷവും എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിൽ ഈ ആളുകളെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോഴും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്. എന്തായാലും നഗരത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ചാൽ നഗരത്തിൽ പൊതുവെ വോട്ട് ഈ മണിക്കൂറുകളിൽ, അതായത് രാവിലെയും വൈകിട്ടും മാത്രമാണ് കൂടുതലായി പോൾ ചെയ്യപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് അല്പം കൂടി ഗ്രാമമേഖലയിലാണ് അല്ലെങ്കിൽ നഗരസഭയ്ക്ക് അപ്പുറത്തേക്ക് തന്നെ ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതലായി എല്ലാ സമയവും ആളുകൾ എത്തുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോഴും ഇടയ്ക്കിടെ ആളുകൾ വരുന്നു, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ
പേർ മാത്രം വരുന്നു. അവർ ക്യൂവിലൊന്നും നിൽക്കാതെ വോട്ട് ചെയ്ത് മടങ്ങുന്നു. ആ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിനപ്പുറത്തേക്കൊരു ക്യൂവോ അല്ലെങ്കിൽ നീണ്ട നിരയോ ഒന്നും തന്നെ ഇല്ല. ആളുകൾ എത്തുന്നു, വോട്ടർ ഐ ഡിയും സ്ലിപ്പും നൽകുന്നു, വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നു. ആ ഒരു സാഹചര്യമാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവും ഉണ്ടാവുന്നത്. മറ്റൊന്ന്, ഈ ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതൽ ആളുകൾ പോളിംഗിന് എത്താത്തൊരു സാഹചര്യമുണ്ട്. സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 75% പോളിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 11 മണിയായിട്ട് പോലും അല്ലെങ്കിൽ 11 മണി പിന്നിട്ടിട്ട് പോലും 25% പോലും പോളിംഗിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ 1/3 പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ 65 മുതൽ 68% പോളിംഗ് മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും പക്ഷേ ഇപ്പോഴും, അതായത് ഈ മുന്നണികളെല്ലാം തന്നെ കൂടുതൽ വോട്ടർമാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ ആളുകൾ കൃത്യമായി വോട്ട് ചെയ്യാൻ എത്തും എന്നൊരു പ്രതീക്ഷ മുന്നണികൾക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം വിലയേറിയ വോട്ടാണ്. മൂന്ന് മുന്നണികൾക്കും ത്രികോണ മത്സരം നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആളുകൾ ആ ആവേശം ഉൾക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തും എന്ന പ്രതീക്ഷയായിരുന്നു ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ പാർട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആരും എത്തുന്നില്ല എന്ന് കണ്ടതോടെ ഇപ്പോൾ മുന്നണികൾ കൃത്യമായി ഇടപെടുന്നു. ആ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. വീടുകളിൽ വീണ്ടും ആദ്യഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ വീടുകളിലേക്ക് പോയത്, സമാനമായ രീതിയിൽ വീണ്ടും വീടുകളിലേക്ക് എത്തുന്നു. എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ എത്താത്തത്, അല്ലെങ്കിൽ ഏത് സമയത്തേക്ക് വോട്ട് ചെയ്യാൻ എത്തും തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യത വരുത്തുന്നു. അങ്ങനെ അവരെ തിരിച്ച് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. 1,94,706 വോട്ടർമാരാണ് പാലക്കാട് ഉള്ളത്. ഏതായാലും പോളിംഗ് ശതമാനം ഈ മണിക്കൂറുകളിൽ പരിശോധിക്കുമ്പോൾ വളരെ കുറവ് തന്നെയാണ്. 25% പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിരാശാജനകമാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ആളുകളെ, വോട്ടർമാരെ നേരിട്ട് പോയി കണ്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമങ്ങളായിരിക്കും ഇനി നടത്താൻ പോകുന്നത്.